കാലവർഷം തുടങ്ങി 4 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കൃഷിനാശത്തിന്റെ കണക്ക് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അത് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഏകദേശം 100 കോടിയോളം രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. ഈ കണക്കുകൾ ഒരുപക്ഷെ ഇതിലും വലുതാകാൻ സാധ്യതയുണ്ട്. 25,729 കർഷകർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 4,454 ഹെക്ടർ ഭൂമിയിലെ വിളകൾ നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നെല്ല്, വാഴ, പച്ചക്കറി എന്നിവയാണ് നാശത്തിന് ഇരയായത്. ഏറ്റവും നഷ്ടം മലപ്പുറം ജില്ലയിലാണ്. അവിടെ മാത്രം 2,636 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. തിരുവനന്തപുരത്തും കനത്ത നഷ്ടം. 617 ഹെക്ടറിലെ കൃഷിയാണ് തിരുവനന്തപുരത്ത് നശിച്ചു പോയത്. നശിച്ചത് വാഴ, നെല്ല്, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷിയാണ്. 3020 ഹെക്ടറിലെ വാഴക്കൃഷി നശിച്ചു എന്നതാണ് കർഷകരെ സംബന്ധിച്ച് വലിയ നഷ്ടത്തിന്റെ കണക്ക് വരുന്നത്. 149.5 ഹെക്ടറിലെ നെൽകൃഷിയും 95.33 ഹെക്ടറിലെ തെങ്ങിനും വലിയ തോതിൽ നാശമുണ്ടായി. അപ്പം 58.52 ഏക്കറിലെ പച്ചക്കറി, 51.6 ഏക്കറിലെ മറ്റു കൃഷികൾ, ഇങ്ങനെയും ഈ നാശനഷ്ടത്തിന്റെ കണക്ക്. കാറ്റ് വരുമ്പോഴേ റബ്ബർ മരങ്ങളൊക്കെ വട്ടമൊടിഞ്ഞു പോകും. പിന്നീട് അത് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് വലിയ തോതിൽ റബ്ബർ കർഷകർക്ക് നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ മേഖലയിലും റബ്ബറാകട്ടെ, പച്ചക്കറികളാകട്ടെ, നെല്ലാകട്ടെ, അങ്ങനെ സർവ്വ കൃഷിയുടെ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഇത് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കണക്കെടുപ്പ് വരുമ്പോൾ ഇതിലും വലിയ നഷ്ടത്തിലേക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ജീവൻ നഷ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ആഴം, വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്.